ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിൽ നാളത്തെ മാർക്കറ്റിൽ പ്രധാനമായിട്ടും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ, അതുപോലെ ജിയോയുടെ പ്ലാറ്റ്ഫോംസിനെ കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ ഏതൊക്കെ ഡീലാണ് ജിയോ ഇതുവരെ ഉള്ളത് എന്ന് ആ ഡീൽസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പോൾ ലാസ്റ്റ് ഒരു വീക്കായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ജൂൺ 5 ബുൾസ് ആണ്, അതായത് 6% ആണ് ബെഞ്ച് മാർക്ക് ഇൻഡിസസ് ഇൻക്രീസ് ആയത്. ഇനി ഒരു വീക്ക് എങ്ങനെയായിരിക്കും, നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ നിഫ്റ്റിയുടെ കീ സപ്പോർട്ട് ലെവൽ പ്ലേസ് ചെയ്തിരിക്കുന്നത് 10,062 ഫോളോഡ് ബൈ 9,983. കീ റെസിസ്റ്റൻസ് ലെവൽ 10,199 ആൻഡ് 10,257 ആണ്. ബാങ്ക് നിഫ്റ്റിയുടെ കീ സപ്പോർട്ട് ലെവൽ പ്ലേസ് ചെയ്തിരിക്കുന്നത് 20,573 ഫോളോഡ് ബൈ 20,112 ആണ്. കീ റെസിസ്റ്റൻസ് ലെവൽ പ്ലേസ് ചെയ്തിരിക്കുന്നത് 21,347 ആൻഡ് 21,659 ആണ്. ഇനി നമുക്ക് കോൾ ഓപ്ഷൻസ് ഡേറ്റ നോക്കാം. മാക്സിമം കോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് 10,000 സ്ട്രൈക്ക് പ്രൈസ് ആണ്, ഫോളോഡ് ബൈ 10,500 ആൻഡ് 10,200. സിഗ്നിഫിക്കൻറ്റ് കോൾ റൈറ്റിംഗ് 10,900 ഫോളോഡ് ബൈ 10,600. കോൾ അൺവൈൻഡിങ് കാണിച്ചിരിക്കുന്നത് 10,000ലാണ്, ഫോളോഡ് ബൈ 9,500 സ്ട്രൈക്ക് പ്രൈസ്. ഇനി പുട്ട് ഓപ്ഷൻസ് ഡേറ്റ നോക്കാം. മാക്സിമം പുട്ട് ഓപ്പൺ ഇൻട്രസ്റ്റ് 9,500 സ്ട്രൈക്ക് പ്രൈസ് ആണ്, ഫോളോഡ് ബൈ 9,900 ആൻഡ് 9,600. സിഗ്നിഫിക്കൻറ്റ് പുട്ട് റൈറ്റിംഗ് 9,900 ആൻഡ് ഫോളോഡ് ബൈ 9,500 സ്ട്രൈക്ക് പ്രൈസ്. ഹൈ ഡെലിവറിയിൽ ഫോക്കസ് ചെയ്യേണ്ട സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അതിലൊന്നാണ് നൗകരി, HDFC ലൈഫ്, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ടാറ്റ കൺസ്യൂമർ, മാരിക്കോ, NTPC, SBI ലൈഫ്, HCL ടെക്നോളജീസ്, ഹിൻ പെട്രോ, IGL തുടങ്ങിയ സ്റ്റോക്കുകൾ. ലോങ് ബിൽഡപ്പിൽ ഫോക്കസ് ചെയ്യേണ്ടത് ടൊറന്റ് പവർ, UBL, കുമിൻസ് ഇന്ത്യ, NCC, കാനറ ബാങ്ക്, PVR, STR ട്രാൻസ്പിൻ, അപ്പോളോ ടയർ, SBI ആൻഡ് BHEL തുടങ്ങിയ സ്റ്റോക്കുകളാണ്. ലോങ് അൺവൈൻഡിങ്ങിൽ ഫോക്കസ് ചെയ്യേണ്ടത് കാൻഡല ഹെൽത്ത് കെയർ, ലൂപ്പിൻ, MGL, SRF, ടെക് മഹീന്ദ്ര, സിപ്ല, ബയോകോൺ, TCS, ടാറ്റ കൺസ്യൂമേഴ്സ്, ഇൻഫി, HCL ടെക്നോളജീസ്, ഓറോ ഫാർമ, ഡാബർ, ബജാജ് ഓട്ടോ തുടങ്ങിയ സ്റ്റോക്കുകളാണ്. ഇനി ഷോർട്ട് ബിൽഡപ്പിൽ ഫോക്കസ് ചെയ്യേണ്ട സ്റ്റോക്കുകൾ നമുക്ക് നോക്കാം. സൺ TV, അപ്പോളോ ഹോസ്പിറ്റൽ, മൈൻട്രി, IGL, നിഫ്റ്റി IT, സൺ ഫാർമ, മാരിക്കോ, എസ്കോട്സ്, ഗോദ്രേജ്, നൗകരി, നെസ്ലെ ഇന്ത്യ, HDFC ലൈഫ്, ഹിന്ദുസ്ഥാൻ യൂണിലിവർ തുടങ്ങിയ സ്റ്റോക്കുകൾ. ഇനി നമുക്ക് ഷോർട്ട് കവറിംഗിൽ ഫോക്കസ് ചെയ്യേണ്ട സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഉജ്ജീവൻ, ഇൻഫ്രാടെൽ, ടൊറന്റ് ഫാർമ, ഭാരതി എയർടെൽ, ചോല ഫൈനാൻസ്, ദെൻ ബാറ്റ ഇന്ത്യ, ദെൻ ടാറ്റ പവർ, ബോഷ് ലിമിറ്റഡ്, കൊഡാക് ബാങ്ക് തുടങ്ങിയ സ്റ്റോക്കുകളാണ്. ബൾക്ക് ഡീൽ ട്രാൻസാക്ഷൻസ് ഡീറ്റെയിൽ നോക്കാം. വോഡാഫോൺ ഐഡിയ, ദെൻ NCC, പെന്നാർ ഇൻഡസ്ട്രീസ്, ദെൻ PVR, കാദിം ഇന്ത്യ തുടങ്ങിയ സ്റ്റോക്കുകളിൽ ബൈസെൽ ട്രാൻസാക്ഷൻ നടന്നിരിക്കുന്നു. നാളെ അല്ലെങ്കിൽ ഒരു നെക്സ്റ്റ് വീക്കിൽ നമ്മൾ ഏതൊക്കെ സ്റ്റോക്കുകളാണ് കോർപ്പറേറ്റ് ആക്ഷൻ പ്രധാനമായിട്ടും ഉള്ളത് നമുക്ക് നോക്കാം. ഏതൊക്കെ കമ്പനീസ് ആണ്. ടെൻല സൊല്യൂഷന്റെ ബൈബാക്ക് നാളെയാണ്, 9th അതിന്റെ റെക്കോർഡ് ഡേറ്റ് വരുന്ന 10th. ഗ്രേറ്റ് ഈസ്റ്റേൺ ഷിപ്പിംഗ് കമ്പനി ഇന്ററിം ഡിവിഡൻഡ് 2.7 per rupees ആണ്, 9th. പിന്നെ റെക്കോർഡ് ഡേറ്റ് വരുന്നത് 10th. അപ്പോൾ ഈ റെക്കോർഡ് ഡേറ്റ് നിങ്ങൾ ഓർത്തിരിക്കുക, അതുപോലെ എക്സ് ഡേറ്റ്, റെക്കോർഡ് ഡേറ്റ്, ഈ രണ്ട് കാര്യങ്ങൾ. ദെൻ IRB ഡിസ്ട്രിബ്യൂഷൻ 10th. ദെൻ വെൽസൺ എന്റർപ്രൈസസ് 11th. അതുപോലെ നെസ്ലെ ഇന്ത്യയുടെ ആനുവൽ ജനറൽ മീറ്റിംഗ് ഉണ്ട്, 11th. ദെൻ ESEB ഇന്ത്യ ഇന്ററിം ഡിവിഡൻഡ് 70 rupees ആണ് പെർ ഷെയർ വരുന്നത്, എക്സ് ഡേറ്റ് 11 ആൻഡ് റെക്കോർഡ് ഡേറ്റ് 12. ഇനി റിസൾട്ട് അനൗൺസ് ചെയ്യാൻ പോകുന്ന സ്റ്റോക്കുകൾ, അത് നാളെ റിസൾട്ട് അനൗൺസ് ചെയ്യാൻ പോകുന്നത് ടൈറ്റൻ കമ്പനി, എബൌട്ട് ഇന്ത്യ, ചാലറ്റ് ഹോട്ടൽസ്, കോരമണ്ഡൽ എഞ്ചിനീയറിംഗ് കമ്പനി, ഗുജറാത്ത് സ്റ്റേറ്റ് പെട്രോനോട്ട്, ഐനോക്സ് ലെക്ചർ, PVR, തെമിസ് മെഡിക്കെയർ, 20 മൈക്രോൺസ് തുടങ്ങിയ സ്റ്റോക്കുകളാണ് നാളെ റിസൾട്ട് അനൗൺസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി ഓൾറെഡി ന്യൂസ് അല്ലെങ്കിൽ ക്വാർട്ടർലി റിസൾട്ട് അനൗൺസ് ചെയ്ത സ്റ്റോക്കുകളുടെ പെർഫോമൻസ് നമുക്ക് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. അതിൽ ആദ്യം ലാർസൺ ആൻഡ് ടോർബോ, പ്രോഫിറ്റ് 3,197, ലാസ്റ്റ് ഇയറിനെക്കാട്ടി പ്രോഫിറ്റ് കുറഞ്ഞിരിക്കുകയാണ്. ലാസ്റ്റ് ഇയർ 3,418 ഉണ്ടായിരുന്നു. ദെൻ റവന്യൂ
44,000 to 45 ലാസ്റ്റ് ഇയറിനെക്കാട്ടി കൂടി. ദെൻ PVR മാസ്റ്റർ ഫണ്ട് 5,99,986 ഷെയർസ് ആണ് ₹1,167.48 പെർ ഷെയർ വാങ്ങിയിരിക്കുന്നത്. പെന്നാർ ഇൻഡസ്ട്രീസ് 7,53,027 ഷെയർസ് ആണ് DSP ബാക്ക്ലോഗ് മ്യൂച്വൽ ഫണ്ടിന് വിറ്റിരിക്കുന്നത് ₹16.17 ആണ് പെർ ഷെയർ വരുന്നത്. ദെൻ അലംബിക്കിന്റെ നോക്കാം. നിറായു പ്രൈവറ്റ് ലിമിറ്റഡ് 39,26,391 ഷെയർസ് ആണ് ₹54 വാങ്ങിയിരിക്കുന്നത്. വെൽസൺ കോർപ്പ് കമ്പനി റിഡീം ചെയ്തിരിക്കുകയാണ് കമേഴ്ഷ്യൽ പേപ്പർ ₹150 crores. ദെൻ ഗ്രീവ്സ് കോട്ടന്റെ പ്രോഫിറ്റ് നോക്കാം. ലാസ്റ്റ് ഇയറിനെ കാട്ടി 0.7% കുറഞ്ഞു. റവന്യൂ 386 ലാസ്റ്റ് ഇയറിനെ കാട്ടി കുറഞ്ഞിരിക്കുകയാണ്. ദെൻ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റ് ലോൺസിനുള്ളത് 30 BPS കുറച്ചിരിക്കുകയാണ്. ജൂൺ 10 മുതലാണ് ഇത് എഫക്റ്റീവ് ആകുന്നത്. അത് ബാങ്കിന്റെ റിപ്പോ റേറ്റ് അതായത് ഇൻട്രസ്റ്റ് ലോൺസിനുള്ളത് 7.25 നിന്നും 6.85 പെർ ആനം ആക്കി മാറ്റി. ദെൻ കർണാടക ബാങ്ക് 56% ആണ് നെറ്റ് പ്രോഫിറ്റ് കുറഞ്ഞത് ഡ്യൂ ടു ഹയർ പ്രൊവിഷൻസ് ആണ്. ദെൻ ദിവീസ് ലബോറട്ടറീസ് കമ്പനിയുടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന നെറ്റ് പ്രോഫിറ്റ് 36.96 ആണ്. ലാസ്റ്റ് ഇയറിനെ കാട്ടി ഇൻക്രീസ് ആയി എന്ന് തന്നെ പറയാം. കാരണം ഇപ്പോൾ ഫാർമസ്യൂട്ടിക്കൽ അല്ലെങ്കിൽ ലബോറട്ടറി ഈ ഒരു സെക്ഷൻ നല്ല ഒരു ഡിമാൻഡബിൾ ആണ് ഈ കോവിഡ് കാരണം. ദെൻ കാനറ ബാങ്ക് അനൗൺസ് ചെയ്തിരിക്കുകയാണ് റിഡക്ഷൻ ഇൻ റിപ്പോ ലിങ്ക്ഡ് ലെൻഡിങ് റേറ്റ് 40 BPS ടു 6.90% ആണ്. വേദാന്ത കമ്പനിയുടെ നെറ്റ് ലോസ് ആണ് കാണിച്ചിരിക്കുന്നത് 12,512 crores 21 crores ആണ്. ലാസ്റ്റ് ഇയർ കമ്പയർ ചെയ്യുമ്പോൾ 17,132 ആണ് ലാസ്റ്റ് ഇയറിൽ നോക്കുമ്പോഴത്തേക്ക്. അപ്പൊ ഈ വർഷം നെറ്റ് ലോസ് ആണ് സംഭവിച്ചിരിക്കുന്നത്. നെറ്റ് പ്രോഫിറ്റ് 2,615 crores ആണ്. ദെൻ HFCL കമ്പനി ഒരു കൺസോൾട്ടഡ് പ്രോഫിറ്റ് ആണ്. അത് ലാസ്റ്റ് ഇയറിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് 9.86 crores ആണ്. ദെൻ ഇൻഫിബീം അവന്യൂ 25% കുറഞ്ഞു ലാസ്റ്റ് ഇയറുടെ പ്രോഫിറ്റിനേക്കാളും. IRB 12.6% ആണ് കുറഞ്ഞത്. ജ്യോതിസ് ലാബ് 60.21. ഓൾറെഡി നമുക്കറിയാമല്ലോ ഈ ഒരു ഫാർമ സെക്ടേഴ്സ് എല്ലാം ഡിമാൻഡിലുള്ളത് കൊണ്ട് തന്നെ ഈ ഫാർമ സ്റ്റോക്കുകളെല്ലാം നല്ല ഇൻക്രീസ് ആണ് കാണിച്ചിരിക്കുന്നത്. സോ ജ്യോതിസ് ലാബ് കഴിഞ്ഞ വർഷത്തെക്കാളും നെറ്റ് പ്രോഫിറ്റ് 60.21% ആണ്. ദെൻ ആദിത്യ ബിർള ക്യാപിറ്റൽ കമ്പനി 44.2% കുറഞ്ഞിരിക്കുകയാണ്. ദെൻ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ബാങ്ക് റിഡക്ഷൻ റിപ്പോ ലിങ്ക്ഡ് ലെൻഡിങ് റേറ്റ് അറിയിച്ചിരിക്കുകയാണ് 40 basis to 7.05% ആയിട്ട് അറിയിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് FII-DI ഡേറ്റ നോക്കാം. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് bought shares of ₹97.61 crore. Then domestic institutional investors sold shares ₹47.29 crores ആണ്. ഇനി നാളെ ബാനിലുള്ള സ്റ്റോക്കുകൾ 2 സ്റ്റോക്കുകളാണ് ബാനിലുള്ളത്. BHEL ആൻഡ് NCC ആണ്. 2 സ്റ്റോക്കുകൾ ബാനിലാണ്. പിന്നെ നമുക്ക് പ്രധാനപ്പെട്ട വേറൊരു കാര്യമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞത് ജിയോയുടെ പ്ലാറ്റ്ഫോംസിനെ കുറിച്ചാണ്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അതായത് ഫ്രം ഫേസ്ബുക്ക് ടു ഏഡിയ അത് ഒരു എന്തൊക്കെ 8 ഫാക്ട്സ് നമുക്ക് അറിയണം. അപ്പൊ അത് ഫേസ്ബുക്കിൽ നിന്നും അബുദാബി ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി വരെയുള്ള ഒരു 7 കാര്യങ്ങൾ ഇൻവെസ്റ്റേഴ്സ് ഓഫ് ജിയോ എന്നാണ്. അപ്പൊ അബുദാബി ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി ഏദിയ വൺ ഓഫ് ദി ലാർജസ്റ്റ് വേൾഡ് ബിഗ്ഗസ്റ്റ് സോവീരിയൻ വെൽത്ത് ഫണ്ടാണ്. അപ്പൊ അത് ₹5,683.5 crores ആണ് ജിയോ പ്ലാറ്റ്ഫോംസിന് ജോയിൻ ചെയ്യുന്നത്. ലിസ്റ്റിലാണ് ഗ്ലോബൽ ടെക് ഇൻവെസ്റ്റേഴ്സ്. അപ്പൊ അതിൽ നോക്കുകയാണെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 1.16% സ്റ്റേക്ക് ആണ്. അപ്പൊ അത് അവരെ ആ ന്യൂസ് അറിയിച്ചിരിക്കുകയാണ്. അപ്പൊ അത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അതിൽ നോക്കേണ്ടത്. അപ്പൊ ഇതിൽ ജിയോ പ്ലാറ്റ്ഫോമിൽ 8 ഡീൽസ് ആണ് ലാസ്റ്റ് ഒരു 6 വീക്കിൽ അറിഞ്ഞിരിക്കുക. ഫേസ്ബുക്ക് ഇൻകോർപ്പറേഷൻ, ജനറൽ അറ്റ്ലാന്റിക്, സിൽവർ ലേക്ക്, വിസ്ത ഇക്വിറ്റി പാർട്ട്നേഴ്സ്, KKR, ദെൻ മുബദല ഇൻവെസ്റ്റ്മെന്റ് കമ്പനീസ്. അപ്പൊ ഇതെല്ലാമാണ്. അപ്പൊ ജിയോയുടെ ഓരോ പ്ലാറ്റ്ഫോംസിന്റെ ഡീറ്റെയിൽസ് നോക്കും. ഫേസ്ബുക്ക് ജിയോ ഡീൽ
ഇപ്പോൾ കാലിഫോർണിയ ബേസ്ഡ് കമ്പനി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന $5.7 ബില്യൺ ആണ് ജിയോ പ്ലാറ്റ്ഫോമിൽ. 9.9% ആണ് കമ്പനിയുടെ സ്റ്റേക്കിൽ. ഇപ്പോൾ ട്രാൻസാക്ഷൻ നോക്കുകയാണെങ്കിൽ ലാർജസ്റ്റ് ആണ്, 6th ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇറ്റ് വാസ് ഫേസ്ബുക്ക് ബിഗ്ഗസ്റ്റ് ബെറ്റ് എന്ന് തന്നെ പറയാം. വാട്സാപ്പ് ആയിരുന്നു 2014 ഫേസ്ബുക്ക് ലാർജസ്റ്റ് മൈനോറിറ്റി ഷെയർ ഹോൾഡർ ഇൻ ജിയോ പ്ലാറ്റ്ഫോം. അതിൽ നമുക്ക് നോക്കാം, ഓരോ സ്റ്റേക്കിന്റെ ആ ഒരു ഡീറ്റെയിൽസ് ഇട്ടിട്ടുണ്ട്. അബുദാബി ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി 1.16% സ്റ്റേക്ക്, സിൽവർ ലേക്കിന്റെ ആണെങ്കിൽ 0.93% സ്റ്റേക്ക് ആണ്. ദെൻ മുബാദല ദാറ്റ് ഈസ് 1.85%, KKR 2.32%, ജനറൽ അറ്റ്ലാന്റിക് 1.34, ദെൻ വിസ്ത 2.32, സിൽവർ ലേക്ക് 1.15. അതിൽ ഫേസ്ബുക്കിനാണ് ഏറ്റവും കൂടുതൽ. കണ്ടോ ആ ഒരു ചാർട്ടിൽ തന്നെ 9.99% ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് ഈ ഒരു ഇൻവെസ്റ്റ്മെന്റിന് ശേഷം ജിയോയുടെ 97,885.65 crores ആണ് ലീഡിംഗ് ഇൻവെസ്റ്റേഴ്സ് ആയി. കാരണം ഫേസ്ബുക്ക്, അതുപോലെ സിൽവർ ലേക്ക് പാർട്ട്നേഴ്സ്, രണ്ട് ഇൻവെസ്റ്റ്മെന്റ്, പിന്നെ വിസ്ത ഇക്വിറ്റി പാർട്ട്ണർ, ജനറൽ അറ്റ്ലാന്റിക്, KKR, മുബദല. അപ്പൊ ഇതെല്ലാം കൊണ്ട് തന്നെ ഫേസ്ബുക്ക് ആ ഒരു ജിയോയുടെ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞത് ഇൻക്രീസ് ആയിരിക്കുകയാണ്. അപ്പൊ സിൽവർ ലേക്കിന്റെ ഡീൽസ് നോക്കുകയാണെങ്കിൽ 1.15% ആണ് ജിയോയില്, ₹5,655.75 crores. ഇനി ജിയോ വിസ്ത ഡീൽ നോക്കുകയാണെങ്കിൽ 2.32% സ്റ്റേക്ക് ആണ് പാർട്ട്ണറായിട്ട്, ₹11,367 crores. ദെൻ ജിയോ ജനറൽ അറ്റ്ലാന്റിക് ഡീല് that is 1.34% stake ആണ് for ₹6,598.38 crores. ജിയോ KKR ഡീൽ നോക്കുകയാണെങ്കിൽ KKR 2.32% ആണ് ജിയോ പ്ലാറ്റ്ഫോമിൽ അക്വയർ ചെയ്തത്, 11,367 crores rupees ആണ്. ദെൻ ജിയോ മുബദല ഡീൽ അബുദാബി ബേസ്ഡ് സോവീരിയൻ ഇൻവെസ്റ്റർ ആണ്. അപ്പോൾ ഇത് 4.91 lakh crores rupees ആണ്. ദെൻ ഫേസ്ബുക്ക് ഇൻവെസ്റ്റ്മെന്റ് ജോയിൻ ചെയ്തത് ഈ ഒരു ₹4.62 lakh crores ആണ്. ദെൻ ജിയോ സിൽവർ സേക്ക് ഡീൽ അതിൽ പറയുകയാണെങ്കിൽ 4,546.8 crores ആണ്. അഗ്രിഗേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഓഫ് സിൽവർ ലേക്ക് എന്ന് പറയുന്ന ₹10,202 ആണ്. ദെൻ ജിയോ അബുദാബി ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റിയുടെ ഡീലാണെങ്കിൽ 5,683.5 crores ആണ് ജിയോയുടെ പ്ലാറ്റ്ഫോമിൽ വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട, അതായത് ജിയോയുടെ സ്റ്റേക്കിന്റെ ഡീറ്റെയിൽസ് ആണ്. അതായത് ഈ ഒരു ഇൻവെസ്റ്റ്മെന്റിന് ശേഷമാണ് ജിയോയുടെ പ്ലാറ്റ്ഫോം ഇൻക്രീസ് ആയിരിക്കുന്നത്, ലീഡിംഗ് ഇൻവെസ്റ്റേഴ്സ് ജോയിൻ ചെയ്തതുകൊണ്ട്, അവരുടെ ഒരു സ്റ്റേക്ക് വന്നതിന് ശേഷം. അപ്പോൾ ഈ വീഡിയോയിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്ന് നാളത്തെ മാർക്കറ്റിലെ പ്രധാനമായിട്ടുള്ള ബേസിക് ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ, പിന്നെ ഫേസ്ബുക്ക് ടു ADIA അതിൻ്റെ ഒരു പ്ലാറ്റ്ഫോം, ജിയോയുടെ പ്ലാറ്റ്ഫോമിൻ്റെ ഡീറ്റെയിൽസ് ആണ് കണ്ടത്, ജിയോയിൽ ഇൻവെസ്റ്റേഴ്സ് ആരൊക്കെയാണ് എന്നുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായിട്ട് തോന്നിയെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഉടനെ വരത്തുള്ളൂ. കമന്റിൽ നിങ്ങളുടെ ഫോൺ നമ്പർ രേഖപ്പെടുത്തുക, ഞങ്ങൾ നിങ്ങളെ ടിപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. ടിപ്സ് എൻ്റയർലി ഫ്രീ ആണ്. ഡെയിലി നിങ്ങൾ ആ ഒരു ടിപ്പ് ഫോളോ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള ഒരു ഐഡിയ ലഭിക്കുന്നതായിരിക്കും. ഈ വീഡിയോയുടെ താഴെ ഞാൻ ആലിസ് ബ്ലൂ കമ്പനിയുടെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഇടുന്നതാണ്. 2 സെഗ്മെന്റിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ബൗദ്ധ സെഗ്മെന്റ് NSE MCX റോബോട്ടിക് ട്രേഡിംഗ് സോഫ്റ്റ്വെയറുടെ ക്ലാസ്സുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അക്കൗണ്ട് ഓപ്പണിങ്ങിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മലയാളം ഷെയർസിലെ കോൺടാക്ട് നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം. അപ്പം നാളത്തെ ദിവസം നിങ്ങൾക്ക് ട്രേഡിംഗ് എല്ലാ രീതിയിലും സക്സസ്ഫുൾ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.